ക്യാമ്പസിൽ പോസിറ്റീവ് വൈബ് സൃഷ്ടിക്കാൻ പശുത്തൊഴുത്ത് നിർമ്മിക്കാനൊരുങ്ങി സൂറത്തിലെ സർവകലാശാല. VNSGU അധികൃതരാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് സമീപം പശുക്കളെ പാർപ്പിക്കാൻ തീരുമാനിച്ചത്. സൂറത്ത് സർവകലാശാലയിൽ അടുത്തിടെയുണ്ടായ പേപ്പർ ചോർച്ച, വിജയശതമാനക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അധികൃതർ പശുത്തൊഴുത്ത് നിർമ്മിക്കാനൊരുങ്ങുകയാണ്. ക്യാമ്പസിൽ പോസിറ്റീവ് വൈബ് സൃഷ്ടിക്കാനാണ് പശുത്തൊഴുത്ത് നിർമ്മിക്കുന്നത്. സൂറത്തിലെ വീർ നർമദ് സൗത്ത് ഗുജറാത്ത് യൂണിവേഴ്സിറ്റി അധികൃതരാണ് വ്യത്യസ്തമായ ആശയവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് സമീപം പശുക്കളെ പാർപ്പിക്കാനാണ് തീരുമാനം. ജ്യോതിഷിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ക്യാമ്പസിൽ പശുക്കളെ പരിപാലിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടതെന്ന് അധികൃതർ പറയുന്നു. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് സമീപം 1 മാസമെങ്കിലും പശുക്കളെ കെട്ടിയിടണമെന്ന് ജ്യോതിഷിയുടെ നിർദ്ദേശം. പശുക്കളെ വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ സർവകലാശാലയിലെ പ്രവർത്തനങ്ങൾ തടസ്സങ്ങളില്ലാതെ നടക്കുമെന്നാണ് വാദം. ഇതിനുവേണ്ടി NGOകളെ സമീപിച്ചിട്ടുണ്ടെന്നും ചിലർ പശുക്കളെ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KN ചൌദ പറഞ്ഞു. കൂടാതെ പശുവിനെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി സർവകലാശാല ബയോടെക്നോളജി വിഭാഗത്തിൽ ഒരു കാമധേനു ചെയർ സ്ഥാപിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചുവടുപിടിച്ചാണ് കാമധേനു ചെയർ രൂപീകരിക്കുന്നത്. ജ്യോത്സ്യന്മാർ ചേർന്ന് ചെയർ രൂപീകരിക്കാനുള്ള സ്ഥലവും കണ്ടെത്തിയെന്നാണ് അധികൃതർ പറയുന്നത്. 48 വർഷം മുൻപ് നിർമ്മിച്ചതാണ് ഈ കോളേജിന്റെ കെട്ടിടം. അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിൽ വിള്ളലുകൾ ഉണ്ടായതോടെ ഉപയോഗയോഗ്യമല്ലെന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തുവരികയും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സർവകലാശാല പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു. ഇതുപ്രകാരം കഴിഞ്ഞ 1 വർഷമായി പഴയ കെട്ടിടത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്രാഞ്ച് ഓഫീസുകൾ ക്യാമ്പസിലെ മറ്റു കെട്ടിടങ്ങൾക്ക് പുറത്താണ് പ്രവർത്തിക്കുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.